അടുത്തത് ടൂർണമെന്റ്സ് ആണ്. ഈ ഒരു ഹെഡിങ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ്. സാധാരണ നമ്മളൊക്കെ കേൾക്കുന്ന വാക്കുകളാണല്ലോ ടൂർണമെന്റ്സ് എന്നുള്ളത്. അപ്പൊ എന്താണ് ടൂർണമെന്റ് എന്നുള്ളത് ഹെഡിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ ആ വാക്കർത്ഥം കൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഗ്രാഫ് തിയറിയിൽ ടൂർണമെന്റിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ്: എ ഡയഗ്രാഫ് ഡി ഈസ് എ ടൂർണമെന്റ് ഇഫ് ഇറ്റ്സ് അണ്ടർലൈയിങ് ഗ്രാഫ് ഈസ് എ കംപ്ലീറ്റ് ഗ്രാഫ്. അതായത് ഒരു ഡി എന്ന് പറയുന്ന ഒരു ഡയഗ്രാഫിനെ നമ്മൾ ടൂർണമെന്റ് എന്ന് പറയണമെങ്കിൽ എന്താ വേണ്ടത്? അതിന്റെ അണ്ടർലൈൻ ഗ്രാഫ് ഉണ്ടല്ലോ, അതായത് ജി ഓഫ് ഡി എന്ന് പറയുന്ന അണ്ടർലൈൻ ഗ്രാഫ് ഈസ് എ കംപ്ലീറ്റ് ഗ്രാഫ്. അപ്പൊ അണ്ടർലൈൻ ഗ്രാഫ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ഒരു ടൂർണമെന്റ് ആണ്. അതായത് എന്തായിരുന്നു കംപ്ലീറ്റ് ഗ്രാഫ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് നോക്കുക. എന്താണ് കംപ്ലീറ്റ് ഗ്രാഫ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? നമ്മൾ നേരത്തെ പഠിച്ചാണല്ലോ കംപ്ലീറ്റ് ഗ്രാഫിന്റെ ഡെഫിനിഷൻ. അപ്പൊ ഒരു ഡയഗ്രാഫിന്റെ അണ്ടർലൈൻ ഗ്രാഫുകൾ കംപ്ലീറ്റ് ഗ്രാഫ് ആകുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഒരു ടൂർണമെന്റ് എന്ന് പറയും. അതായത് ഇൻ എ ടൂർണമെന്റ് ഫോർ എവരി പെയർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിസസ് യു ആൻഡ് വി either uv or vu but not both is an arc of d. അതായത് എന്താണ്? രണ്ടും കൂടെ ആർക്കായി കഴിഞ്ഞാൽ അത് ഒരു കംപ്ലീറ്റ്, അതിന്റെ അണ്ടർലൈൻ ഗ്രാഫ് കംപ്ലീറ്റ് ആവുമോ എന്നുള്ളതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ഗ്രാഫിന്റെ ഡെഫിനിഷനും കൂടെ വെച്ചിട്ട് മറന്നു പോയിട്ടുണ്ടാവുമല്ലോ മിക്കവാറും. അപ്പൊ അതും കൂടെ വെച്ചിട്ട് ഒന്നും കൂടെ വായിച്ചു നോക്കുക. ഇപ്പൊ ടൂർണമെന്റ് എവരി പെയർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിസസ് യു വി, ഏതെങ്കിലും ഒരു പെയർ എടുക്കുക, യു വി എന്ന് പറയുന്ന ഒരു പെയർ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഈ യു വി എന്ന് പറയുന്ന എടുക്കുക. അപ്പൊ എന്താണ്ടാവുക? ഐദർ യു വി ഓർ വി യു ബട്ട് നോട്ട് ബോത്ത് ഈസ് ആൻ ആർക്ക് ഓഫ് ഡി. അപ്പൊ ഏത് വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും എന്താണ്? ഒന്നുകിൽ യു വി ഒരു ആർക്കായിരിക്കും അല്ലെങ്കിൽ വി യു ഒരു ആർക്കായിരിക്കും. പക്ഷെ രണ്ടും കൂടെ വരില്ല. രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ എന്താവും? പാരലൽ അടിച്ച് വരും. അപ്പൊ എന്താവും? നമ്മുടെ അണ്ടർലൈൻ ഗ്രാഫ് കംപ്ലീറ്റ് ആവില്ല. അപ്പൊ കംപ്ലീറ്റ് ഗ്രാഫിന്റെ ഡെഫിനേഷൻ ഒന്നും കൂടെ വായിച്ചു നോക്കാം. അപ്പോൾ ടൂർണമെന്റിൽ എന്താണ് വരിക? ഇൻ എ ടൂർണമെന്റ് ഫോർ എവരി പെയർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിസസ് യു ആൻഡ് വി, ഒരു യു വി എന്ന് പറയുന്ന ഒരു പെയർ എടുക്കാം. രണ്ട് വെർട്ടെക്സുകളുടെ സെറ്റ് എടുക്കുക, പെയർ എടുക്കുക. എന്താ? ഒന്നുകിൽ യു വി ഒരു ആർക്കായിരിക്കും അല്ലെങ്കിൽ വി യു ഒരു ആർക്കായിരിക്കും. പക്ഷെ എന്താണ്? രണ്ടും കൂടെ ആർക്കാവില്ല. അതായത് ഇപ്പൊ രണ്ട് വെർട്ടെക്സ്, യു എന്ന് പറയുന്ന വെർട്ടെക്സ് ഉണ്ട്, വി എന്ന് പറയുന്ന വെർട്ടെക്സ് ഉണ്ട്. ഇത് യു എന്ന് പറയുന്ന വെർട്ടെക്സ് ആണ്, ഇത് വി എന്ന് പറയുന്ന വെർട്ടെക്സ് ആണ്. യുവിൽ നിന്ന് വിയിലേക്ക് ഒരു ആർക്ക് ഉണ്ടെങ്കിൽ വിയിൽ നിന്ന് യുയിലേക്ക് ആർക്ക് ഉണ്ടാവില്ല. ആർക്ക് യുവിൽ നിന്ന് വിയിൽ നിന്ന് യുയിലേക്കാണെങ്കിൽ എന്താണ്? യുവിൽ നിന്ന് വിയിലേക്ക് ആർക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവിൽ നിന്ന് വിയിലേക്കും വിയിൽ നിന്ന് യുയിലേക്കും അറ്റ് എ ടൈം രണ്ടാർക്കും കൂടെ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ ഈ ആർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഈ ആർക്ക് ഉണ്ടാവും. രണ്ടും കൂടെ ഉണ്ടാവില്ല. അങ്ങനെ ഏത് പെയർ എടുത്തു കഴിഞ്ഞാലും അത് പോസിബിൾ ആവണം. അങ്ങനെയുള്ള ഒരു ഡയഗ്രാഫിനെയാണ് എന്ത് പറയാ? ടൂർണമെന്റ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ എടുക്കാം. രണ്ടെണ്ണമുള്ള ടൂർണമെന്റ് ഏതാ വരിക? അല്ലെ? അതൊക്കെ നമുക്ക് എന്തേ ഉള്ളൂ? ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇനി ഒന്ന് വന്നു കഴിഞ്ഞാൽ ടൂർണമെന്റ് ആവില്ല. മൂന്ന് വെർട്ടെക്സസ് ഉള്ള ടൂർണമെന്റുകളെ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? ഇതിപ്പോ ഒരു ടൂർണമെന്റ് ആണ്. കാരണം എന്താ? ഇതിൽ ഏത് രണ്ട് പെയർ എടുത്തു നോക്കും? ഈ രണ്ട് പെയർ അല്ലെങ്കിൽ ഈ രണ്ട് പെയർ അല്ലെങ്കിൽ ഈ രണ്ട് പെയർ ഏതെടുത്തു കഴിഞ്ഞാലും എന്താണ്? ഒരൊറ്റ ആർക്ക് കൊണ്ടേ അത് കണക്ട് ആയിട്ടുള്ളൂ. പക്ഷെ ഏത് പെയർ എടുത്തു കഴിഞ്ഞാലും ഒരു ആർക്ക് കൊണ്ട് കണക്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്? ഒരു ടൂർണമെന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻസും ശ്രദ്ധിക്കുക. ഇതും ഒരു ടൂർണമെന്റ് ആണ്. അപ്പൊ മൂന്ന് വെർട്ടിസസുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ രണ്ട് ടൂർണമെന്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ ഇതല്ലാത്തൊരു ടൂർണമെന്റ് നിങ്ങൾ ഒരു ഡയറക്റ്റഡ് ഗ്രാഫ് വരക്കാൻ ശ്രമിച്ചു നോക്കും. അത് ഇതിലേതെങ്കിലും ഒന്നിനോട് ഐസോമോർഫിക് ആയിട്ടുണ്ടാവും. അപ്പോൾ കാരണം എന്താ? ഏത് രണ്ട് വെർട്ടിക്സ് എടുത്തു കഴിഞ്ഞാലും അത് പരസ്പരം പെയർ ചെയ്തിരിക്കണം. അതിൽ നിന്ന് ഒരൊറ്റ ആർക്ക് മാത്രമേ ഉണ്ടാവാനും പാടുള്ളൂ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ ടൂർണമെന്റ് എന്ന് പറയാം. അതുപോലെ ഇത് താഴെയുള്ളത് ഇത് 4 വെർട്ടെക്സ് ഉപയോഗിച്ചിട്ടുള്ള ടൂർണമെന്റുകളാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ ഏത് രണ്ട് ഫോർ എക്സാമ്പിൾ ഈ ഒരു പെയറും ഈ ഒരു പെയറും എടുക്കുക. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഒരൊറ്റ ആർക്ക് കൊണ്ടേ കണക്ട് ചെയ്തിട്ടുള്ളൂ. പാരലൽ എഡ്ജുകളൊന്നുമില്ല. അങ്ങനെ ഏത് ആർക്കുകൾ എടുത്തു കഴിഞ്ഞാലും അത് പരസ്പരം ഒരൊറ്റ ആർക്ക് കൊണ്ട് കണക്ട് ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ എന്താ പറയുക? അതിന് ടൂർണമെന്റ് എന്ന് പറയും. അപ്പൊ ഇനി എന്താണ് ഇതിന്റെ ഹിസ്റ്ററി എന്നുള്ളത് നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരണം. അപ്പൊ ഇതിന്റെ ഹിസ്റ്ററി നിങ്ങളൊന്ന് വായിച്ചിട്ട് വരണം. ഒരു ടൂർണമെന്റ് എവിടുന്നാണ് ഈ ടൂർണമെന്റ് എന്നുള്ള വാക്ക് വന്നത്? എന്തുകൊണ്ട് ഒരു ടൂർണമെന്റ് എന്ന് പറയുന്ന ഒരു കളിയും ഈ ഒരു ഗ്രാഫും തമ്മിൽ എന്താണ് റിലേഷൻ? എന്തുകൊണ്ട് ഒരു ടൂർണമെന്റിനെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇപ്പൊ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഡയഗ്രാഫ് ആയിട്ട് നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള ഹിസ്റ്ററികളൊക്കെ നിങ്ങളൊന്ന് വായിച്ചിട്ട് വരും. കണ്ടോ?